ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാർത്ത. പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള യുദ്ധത്തിന് അതിനൊരു സപ്പോർട്ട് എന്ന നിലയിലാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹിസ്ബുള്ള ശരിക്കും ഇസ്രായേലിലേക്കുള്ള ആക്രമണം ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിലൂടെ മറ്റ് ആ വലിയൊരു യുദ്ധത്തിലേക്കുള്ള, അതായത് ഗാസയിലെ ആ ഒരു ഇസ്രായേലിൻ്റെ സൈനിക നടപടിയൊക്കെ നിർത്താനും ഈ പശ്ചിമേഷ്യയിലെ സമാധാനം കൊണ്ടുവരുവാനും ഈ ഒരു നീക്കത്തിലൂടെ സാധിക്കുമോ? പൗരസ്ത്യ പ്രദേശത്ത് ശാശ്വതമായ സമാധാനം വരുന്നതിനുള്ള ആദ്യ ചവിട്ടുപടി എന്ന നിലയിൽ ഈ ഒരു കരാറിനെ കാണാം. ഇപ്പോൾ ഇസ്രായേലിന്റെ സർക്കാരും ലെബനന്റെ സർക്കാരും തമ്മിലാണ് ഉടമ്പടി. ഇവിടെ ഹിസ്ബുള്ള ഡയറക്ട്ലി ഒരു പാർട്ടിയല്ല. ഹിസ്ബുള്ളയും ലെബനന്റെ സർക്കാരുമായി സംസാരിച്ച് അവർക്ക് യോജിക്കാവുന്ന ടേംസ് അനുസരിച്ചാണ് ഇപ്പോൾ ഈ കരാറിലെത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഇസ്രായേൽ ഘട്ടം ഘട്ടമായി 60 ദിവസം കൊണ്ട് തങ്ങളുടെ സൈന്യത്തെ ലെബനന്റെ മണ്ണിൽ നിന്നും പൂർണ്ണമായി പിൻവലിക്കും. അതിനു മുൻപ് തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇനി സംഭവിക്കേണ്ടത് ഒരു ബ്ലൂ ലൈൻ എന്ന ലൈനാണ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി രേഖ. ബ്ലൂ ലൈനിനേക്കാൾ 30 കിലോമീറ്റർ വടക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദിയാണ് ലെബനന്റെ മണ്ണിലൂടെ കുറുകെ ഒഴുകുന്ന നദിയാണ് ലിറ്റനി നദി. ആ ലിറ്റാനി നദി ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് ആ നദിയുടെ വടക്കോട്ട് മാത്രം ഹിസ്ബുള്ളയുടെ പ്രസൻസ് ഒതുക്കുക. ഇതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു തെക്കൻ ലെബനൻ. തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിറ്റനി നദിയുടെ തെക്ക് ഭാഗത്ത് നിന്നുകൊണ്ടാണ് പ്രധാനമായും ഇസ്രായേലിനെതിരെ ലെബനീസ് മണ്ണിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 100 കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ചീറിപ്പാഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന ഉറപ്പാണ്. അതുകൊണ്ട് ലിറ്റനി നദിയുടെ വടക്കോട്ട് ഹിസ്ബുള്ളയുടെ എല്ലാ സജ്ജീകരണങ്ങളും ഒതുങ്ങുകയാണ്. അതാണ് രണ്ടാമത്തെ ഒരു കരാർ പ്രൊവിഷൻ. മൂന്നാമത്തെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് ഇതിനകത്തൊരു കാഴ്ചപ്പാടുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സമാധാന ദൗത്യ സേനയും അമേരിക്കയുടെ ഒരു നിരീക്ഷക സംഘവും എല്ലാം ഈ ഒരു ബഫർ സോൺ, ഈ പറയുന്ന മേഖലയാണ്, 30 കിലോമീറ്റർ മേഖലയാണ് ബഫർ സോൺ. അത് ലെബനന്റെ മണ്ണിൽ ലിറ്റനി നദിക്കും ലെബനൻ ഇസ്രായേൽ അതിർത്തിക്കും മധ്യയുള്ള ആ 30 കിലോമീറ്റർ വീതിയും ഏതാനും കിലോമീറ്റർ നീളവുമുള്ള ആ ഒരു പാച്ചിലേക്ക് സമാധാന ദൗത്യ സംഘം ഉണ്ടാവും. അവരായിരിക്കണം ഫർദർ എസ്കലേഷൻ ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തേണ്ടതവരാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ കരാർ ഏതെങ്കിലും കാരണവശാൽ ലംഘിക്കപ്പെട്ടാൽ, അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങളും ആക്രമണങ്ങളും മിസൈൽ ആക്രമണം ഉണ്ടായാൽ ഏകപക്ഷീയമായ ഈ കരാർ ലംഘിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടാകും എന്ന് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു 60 ദിവസത്തേക്ക് മാത്രമുള്ള വെടിനിർത്തൽ കരാറാണ്. അതിനു മുൻപ് തന്നെ അത് ലംഘിക്കപ്പെട്ടാൽ ആ കരാർ ഏതെങ്കിലും രണ്ടു കൂട്ടരിൽ ആരെങ്കിലും ലംഘിച്ചാൽ അത് യുദ്ധം തുടരും എന്ന ഒരവസ്ഥയുണ്ട്. ഇനി നോക്കൂ, മറ്റ് 2 പ്ലെയേഴ്സ് ഇവിടെ ഇൻവോൾവ് ആണ്. ഒന്ന്, ഹമാസ് എന്ന ഒറിജിനൽ പ്ലെയർ ഇസ്രായേലിനെതിരെ ഒക്ടോബർ 7, 2023 ആക്രമണം നടത്തിയതാണല്ലോ യുദ്ധത്തിനുള്ള കാരണം. അവിടെ ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടം തുടരും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പോരാട്ടം ഇറാനെതിരെയുള്ള പോരാട്ടവും തുടരുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി ജനതയോടായി പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ റിക്വയർസ് എ ബ്രീതിങ് സ്പേസ്. നമ്പർ 1, അതായത് തങ്ങളുടെ സൈന്യങ്ങളെ റീഗ്രൂപ്പ് ചെയ്യുകയും ആർമമെന്റ്സ് റീപ്ലെനിഷ് ചെയ്യുകയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുധ ശേഖരം കുറച്ചുകൂടി ഒരു ഓപ്റ്റിമം ലെവലിൽ കൊണ്ടെത്തിക്കുക. ഒരു ഫർദർ ആവശ്യമുണ്ടെങ്കിൽ അതെത്തിക്കുക. അത് 2 കൂട്ടർക്കും ആവശ്യമാണ്. ഇസ്രായേലിനേക്കാൾ ആവശ്യം ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്കായിരിക്കാം. അപ്പൊ ആ ഒരു ബ്രീതിങ് സ്പേസ് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ മണ്ണിലെ 60,000-ഓളം ജനങ്ങൾ ലെബനീസ് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളാണ്. അവിടുന്നുള്ള ജനങ്ങൾ ഇപ്പോൾ തെക്കോട്ട് പലായനം ചെയ്ത് വിവിധ ഇടങ്ങളിലായി ഹോട്ടലുകളിലും അതിഥി മന്ദിരങ്ങളിലും താമസിക്കുന്നു. അവരുടെ പുനർവിന്യാസം, വെടിനിർത്തൽ സാധ്യമാവുകയാണെങ്കിൽ സാവകാശം അവരുടെ പുനർവിന്യാസം സാധ്യമാകും. അത് ഇസ്രായേലിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ഈ കരാറിൽ ഹമാസിന്റെ ഒരു പ്രാതിനിധ്യമില്ല. ഹമാസ് ആണ് ഈ റൂട്ട് കോസ് എന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള കാരണമായി ഇസ്രായേൽ പറയുന്നത് ഹമാസ് ഇസ്രായേലിന്റെ നേരെ നടത്തിയ ആക്രമണം. അവിടെ യുദ്ധവിരാമമില്ല. ഹമാസിനെതിരെ ഗാസയിൽ
ഇസ്രായേൽ ആക്രമണം തുടരും. ഗാസ വിഷയം അവസാനിച്ചിട്ടില്ല. അതുപോലെ ഇറാനെതിരെയുള്ള റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷവും തുടരുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ശാശ്വത പരിഹാരം ആവശ്യമാകണമെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ, ആ ഫാക്ടേഴ്സും ഇറാന്റെ പ്രോക്സീസ് ആയ ലെബനനിലെ ഹിസ്ബുള്ള മാത്രമാണ് ഇപ്പോൾ ഈ കരാറിന്റെ പരിധിയിൽ വരുന്നത്. ഹൂതികൾ വരുന്നില്ല, യമനിലെ ഹൂതികൾ വരുന്നില്ല, ഗസയിലെ ഹമാസ് വരുന്നില്ല. അതുപോലെ ഷിയ സൈന്യങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ട്. ഇറാഖിലും സിറിയയിലുമുള്ള സൈനിക വിഭാഗങ്ങളുണ്ട്, മിലീഷ്യകളുണ്ട്. അവരൊന്നും തന്നെ പങ്കാളികളല്ലാത്ത ഈ കരാർ തികച്ചും ഉഭയകക്ഷി കരാറാണ്. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ താൻ പടിയിറങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു പൊൻതൂവൽ തന്റെ കിരീടത്തിൽ ഉണ്ടാകണമല്ലോ എന്ന ഒരു ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സമാധാന പ്രക്രിയ തുടങ്ങി വെക്കാം എന്ന അമേരിക്കയുടെ ഒരു ഇനിഷ്യേറ്റീവും ഇതിന് പിന്നിലുണ്ട്. ലെബനനെ പ്രേരിപ്പിച്ചതിലും ലെബനൻ അതുവഴി ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചതിനകത്തും അമേരിക്കൻ പ്രസിഡന്റിന്റെയും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെയും റോള് ഇതിൽ കാണാതെ പോകരുത്. അതുകൊണ്ട് ആത്യന്തികമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഓരോരോ വെടിനിർത്തലുകൾ സാധ്യമാവുകയും അന്തിമമായ സമാധാന കരാറിലേക്ക് എത്തുകയും ചെയ്യണം. ഇവിടെ ഉയർന്നു വരുന്ന കാതലായ ചോദ്യം, ഇതിനെല്ലാം പിന്നിൽ ഇറാൻ എന്ന ഒരു ശക്തിയുടെ സ്വാധീനമുണ്ട്. ഇറാൻ ഒരു രീതിയിലും ഈ കരാറിന്റെ ഭാഗമല്ല. ഈ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാൻ ബാധ്യസ്ഥനുമല്ല. അങ്ങനെ വരുമ്പോൾ ഇറാൻ തുടർന്നും ഹിസ്ബുള്ളയെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടെടുക്കുകയാണെങ്കിൽ സംഘർഷം കേവലം പേപ്പറിൽ ഒതുങ്ങും. ഈ കരാറിന്റെ വ്യവസ്ഥകൾ കേവലം പേപ്പറിൽ ഒതുങ്ങുന്ന അന്തരീക്ഷം. മോഹൻ വർഗീസ്, നമ്മളിതിന്റെ വാർത്തകളൊക്കെ കാണുമ്പോൾ ലെബനീസ് ജനതയിൽ ഒരു ഭൂരിഭാഗം വരുന്ന ആൾക്കാരൊന്നുമില്ല, ഏതാനും കുറച്ച് പേരൊക്കെ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകൾ തിരിച്ച് അവരുടെ വീടുകളിലേക്ക്, തകർന്നു കിടക്കുന്ന വീടുകളിലേക്കൊക്കെ തിരിച്ചു വരുന്ന ഒരു രംഗമൊക്കെ കാണുകയുണ്ടായി. അവരുടെ പകുതിയോളം പേരും ഈ ഹിസ്ബുള്ളയുടെ പതാകയൊക്കെ വീശിക്കൊണ്ട് അങ്ങനെ അവരെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇസ്രായേൽ പറയുന്നു പരസ്യമായ വയലേഷനൊക്കെ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വയലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതികരിക്കേണ്ടി വരുമെന്നൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം എത്ര ദിവസത്തെ മുന്നോട്ട് പോകും നമുക്ക് വിചാരിക്കാൻ പറ്റും? ശാശ്വതമായ ഒരു വെടിനിർത്തലല്ല ഇത് സംഭവിക്കുന്നത്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ അറിയാമല്ലോ, ലെബനന്റെ മണ്ണിൽ 3 വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്. ഷിയ മുസ്ലിങ്ങളുണ്ട്, സുന്നി മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ മാരണൈറ്റ്സിനാണ് ഭൂരിപക്ഷം, ക്രിസ്ത്യൻ മാരണൈറ്റ് കാത്തലിക്സിനാണ് ഭൂരിപക്ഷം. അപ്പൊ അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ 3 വിഭാഗങ്ങൾ ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു പവർ ഷെയറിംഗ് അനുസരിച്ചാണ് ലെബനന്റെ ഭരണകൂടം തന്നെ. ലെബനീസ് പ്രസിഡന്റ് ഒരു വിഭാഗക്കാരനാണെങ്കിൽ പ്രധാനമന്ത്രി മറ്റൊരു വിഭാഗക്കാരനും, അതുപോലെ പാർലമെന്റ് സ്പീക്കർ മറ്റൊരു വിഭാഗക്കാരനും. ഈ 3 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പവർ ഷെയറിംഗ് ആണ്. ഇതിൽ ലെബനീസ് ഷിയ മുസ്ലിങ്ങളുടെ മാത്രം മിലിറ്റന്റ് സംഘടനയാണ് ഹിസ്ബുള്ള. അത് തന്നെ എല്ലാവരും ഹിസ്ബുള്ളയുടെ മെമ്പേഴ്സ് അല്ല. അത് ഷിയാക്കൾ എല്ലാവരും തന്നെ ഹിസ്ബുള്ളയാണെന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, അതേപോലെ തന്നെ ഒരു മിലിറ്റന്റ് സൈനിക സംഘവുമാണ്, അർദ്ധ സൈനിക ഒരു സംഘവുമാണ്. അതുകൊണ്ട് ലെബനന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനത്തെ, അത് രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്, പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാൻ ലെബനന് കഴിയില്ല. അതൊരു രാഷ്ട്രീയ കക്ഷിയായതുകൊണ്ടാണ്. അതിന്റെ ഒരു മിലിറ്റന്റ് വിഭാഗത്തിന്റെ സൈനിക നടപടികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനാവും. അപ്പൊ തകർന്നു കിടന്ന വീടുകളിലേക്ക് ആളുകൾ വരുമ്പോൾ ലെബനന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, അത് തങ്ങളുടെ വിജയമാണ്, ഹിസ്ബുള്ളയുടെ വിജയമാണ്, ഇസ്രായേലിനെ കൊണ്ട് കരാർ ഒപ്പിടിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു നിർത്തിയത് ഹിസ്ബുള്ളയുടെ വിജയമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ പതാകയും ലെബനന്റെ പതാകയും ഒരുമിച്ച് ഉയർത്തുന്ന ചടങ്ങുകളൊക്കെ നടക്കും. അതിനെയൊക്കെ ഒരു പ്രകോപനമായി കണ്ടുകൊണ്ട് തിരിച്ചാക്രമണം നടത്താനാണെങ്കിൽ ഒരു കാലത്ത് സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വെടി ഉണ്ടാകരുത്, അതുപോലെ ആക്രമണം ഉണ്ടാകരുത്, മിസൈൽ ആക്രമണം ഉണ്ടാകരുത്, ഇസ്രായേലിന് സ്വസ്ഥമായി അവിടെ വസിക്കാൻ ഇസ്രായേൽ ജനതയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാവരുത്. അത് ഉറപ്പുവരുന്നിടത്തോളം കാലം വെടിനിർത്തൽ നിൽക്കും. അല്ല എങ്കിൽ തീർച്ചയായും ഏതാനും മിസൈലുകൾ ഇങ്ങോട്ട് പതിക്കുകയാണെങ്കിൽ തീർച്ചയായും വെടിനിർത്തൽ ഏകപക്ഷീയമായി ലംഘിക്കപ്പെടും. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇതൊരു കേവലം അക്കാദമികം മാത്രമാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ. എങ്കിലും അതൊരു ശുഭ സൂചനയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ 1 വർഷവും 2 മാസവും കഴിയുന്നു. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കോൺക്രീറ്റ് സജഷൻ വരുന്നതും അതൊരു രേഖ എന്ന രൂപത്തിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടും. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വിഷയത്തിൽ ശക്കൻ ന്യൂസുമായിട്ട് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്.